ഗുഡ് മോർണിംഗ്. ഇന്നൊരു സൺഡേ ആണ്. നമ്മൾ ഒരു പരിപാടിയിലാണ്ട് വീട്ടിലിരിക്കുന്ന ദിവസമാണ്. ഇന്ന് കുറച്ച് കുക്കിംഗ്. എനിക്ക് കുളിക്കണം പുറത്തൊക്കെ ഒന്ന് പോയി ഒരു ചെറിയ ചെറിയ അല്ലറ ചില്ലറ ഷോപ്പിംഗ്, ഗ്രോസറി ഷോപ്പിംഗ്. അതിനൊക്കെ നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് ജസ്റ്റ് ചില്ല് ചെയ്തിട്ട്, നല്ല വെയിലുണ്ട്, വെയിലൊക്കെ കൊണ്ടിട്ടൊന്ന് തിരിച്ചു വരാം. അപ്പം നിങ്ങളും കൂടെ എൻ്റെ കൂടെ പോരേ. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീറാ, അതുകൊണ്ട് കുറച്ച് അങ്ങനെ ഇരിക്കുന്നത്. ഒരിത്തിരി പാലിൽ ഞാൻ ഉണ്ടാക്കിയതാണ്, ജസ്റ്റ് ഫോർ മീ. ഒരിത്തിരി, മേ ബി ബെയർലി ഒരു 100 ഗ്രാം ഉണ്ടാവുമായിരിക്കും, അത്രേ ഉണ്ടായുള്ളൂ. എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ പാല് കേടാവണതിന് മുന്നേ ഒന്നെടുത്ത് ഉണ്ടാക്കിയെന്നുള്ളൂ. ഇത് വെച്ചിട്ട് ഞാൻ ഇന്നൊരു കറി ഉണ്ടാക്കാൻ പോകുന്നു. പിന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുക്കിംഗ് വിശേഷങ്ങൾ. അപ്പം ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വരാം കേട്ടോ. ഞാൻ റെഡിയായി, കുളിച്ചു, സുന്ദരിയായി. ഇനി എനിക്ക് ലോണ്ടറി ചെയ്യാനുണ്ട്. അപ്പം ഞാൻ കൊണ്ടിട്ട് ലോണ്ടറി ഇട്ടിട്ട് അതുവഴി ഞാൻ പുറത്തു പോകും. തിരിച്ചു വരുമ്പോഴേക്കും ലോണ്ടറി ഫിനിഷ് ആവും. അപ്പം എനിക്ക് ഡ്രയറിലേക്കും കൂടി ഇട്ടിട്ട് എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാം. സോ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ അടുത്ത് ലിഡിലാണ് പോണേ. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി കാണാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെ ഞാൻ വീടെത്തി. ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇങ്ങോട്ട് എത്തി, ജസ്റ്റ് കയറി വന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ ലോണ്ടറി ഇടാൻ മറന്നുപോയി. ഞാൻ ആ സംസാരിച്ച ഫ്ലോയിൽ അങ്ങനെ ഇറങ്ങിപ്പോയി. ഇനി അത് കൊണ്ടിട്ട് ഇട്ടിട്ട് വന്ന് കുറച്ച് അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ സാധനങ്ങൾ ഓൾറെഡി ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. സാധനങ്ങളൊന്നും ഉണ്ടായില്ല. മീറ്റ്, കുറച്ച് വെജിറ്റബിൾസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, ബേസിക് സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു. ഇനി അതൊക്കെ കുറച്ച് സോർട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രീസറിലും ഫ്രിഡ്ജിലും ഒക്കെ കയറ്റി വെച്ചിട്ട് ലോണ്ടറി ചെയ്തിട്ട് ഫുഡ് കഴിക്കും. ഞാൻ കുറച്ച് സ്പിനച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ബേബി പൊട്ടാറ്റോസ് മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ എയർ ഫ്രയറിൽ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചാൽ. എനിക്കൊരു എയർ ഫ്രയർ ഉണ്ട്. അപ്പോൾ എയർ ഫ്രയറിൽ റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് സ്പിനച്ചും സോട്ടേ ചെയ്ത് മിക്സ് ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിലാണ് ഞാൻ പിന്നെ ചോപ്ഡ് ടൊമാറ്റോസ് ക്യാനിലാണ് മേടിക്കാറുള്ളത്. ഇത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്. ഇപ്പോൾ ഗ്രേവീസ് ആണെങ്കിലും ചുമ്മാ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാൻ ഇതന്നെ യൂസ് ചെയ്യാറുള്ളത്. ദിസ് ഈസ് മച്ച് മോർ കൺവീനിയൻറ്റ് ഫോർ മീ. ആ ജസ്റ്റ് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി മേടിച്ചു. പിന്നെ ഇഞ്ചി മേടിച്ചു. എനിക്ക് ഇഞ്ചി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് കുക്ക്ഡ് ബീട്രൂട്ടാണ്. അപ്പം ഞാനിത് മിക്കവാറും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് വഴറ്റി നമ്മുടെ പച്ചടി ഉണ്ടാക്കില്ലേ, ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. മിക്ക പ്രാവശ്യവും പച്ചടി പോലത്തെ സെറ്റപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ അതുകൊണ്ട് ഇത് മേടിച്ചേ. പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഞാൻ ചിക്കൻ തൈസ് മേടിച്ചു. എനിക്ക് തൈസാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ തൈസാ മേടിച്ചു. ഞാൻ സ്കിന്ന് റിമൂവ് ചെയ്താൽ യൂസ് ചെയ്യാറുള്ളത്. സ്കിന്ന് റിമൂവ് ചെയ്ത് ഞാൻ ഒരു ബാഗ്സിലാക്കിയിട്ട് പകുതി ഫ്രീസ് ചെയ്യും, പകുതി ഇപ്പം കറി വയ്ക്കാനാണെങ്കിൽ ഇപ്പം ആവശ്യത്തിന് എടുക്കും, എന്നിട്ട് ബാക്കി ഞാൻ ഫ്രീസ് ചെയ്യും. എന്നിട്ട് ഞാൻ പോർഷൻ ചെയ്താണ് വയ്ക്കാറുള്ളത്. ആവശ്യത്തിന് ഡീഫ്രോസ്റ്റ് ചെയ്ത് എടുക്കും. അപ്പോൾ ഇതിന് ഡേറ്റ് ഉണ്ട് കേട്ടോ, എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെക്കാനായിട്ട്. ഇതൊക്കെ ഞാൻ പുറത്തന്നെ വെക്കും. ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാക്കാൻ പോകും. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെക്കുമ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതൊന്നുമില്ല, ഞാൻ ഈ ബേബി പൊട്ടാറ്റോസ് വിത്ത് സ്കിന്നിന് ജസ്റ്റ് ലൈക്ക് ഒരു പീസ് ഹാഫ് ആക്കിയിട്ട് ചെറിയ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഞാനത് റോസ്റ്റ് ചെയ്യാൻ വെക്കാൻ പോവാം. എന്നിട്ട് സ്പിനച്ചും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സോട്ട് ആക്കിയിട്ട് അതിൻ്റെ കൂടെ ജസ്റ്റ് മിക്സ് ചെയ്ത് എടുക്കും. അത്രേ ഉള്ളൂ, സിമ്പിളാ. പിന്നെ ഹലോ, ഞാനപ്പോൾ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുക. ഞാനപ്പോൾ പനീർ ഉണ്ടാക്കാനുള്ള പുറപ്പാടില്ല. ബാക്കിയെല്ലാം ഞാൻ സോട്ട് ചെയ്തെല്ലാം എടുത്ത് വെച്ച്. അപ്പോൾ നമുക്ക് പനീർ കറി ഉണ്ടാക്കാം. ഓക്കി ഞാൻ ഫുഡ് ഉണ്ടാക്കി. ഇതൊക്കെയാണ് കഴിക്കാനുള്ളത്. ഞാൻ പനീർ ഉണ്ടാക്കി. ബാക്കി ഉണ്ടായിരുന്ന ദാൽ കറി ഉണ്ട് ഗായ്സ്. അപ്പം അതെല്ലാം ഫിനിഷ് ചെയ്ത് ഞാൻ ഫുഡും കഴിച്ച്. ഒബ്വിയസ്ലി ഫ്രണ്ട്സ് എൻ്റെ ഭയങ്കര ഞാൻ ബിഞ്ച് വാച്ച് ചെയ്യുന്ന ഒരു സീരീസാണ്.
എനിക്ക് ഭയങ്കര സമാധാനം കിട്ടും അത് കാണുമ്പോൾ. എൻ്റെ എന്തോ കുറെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ട്രോമയൊക്കെ ഭയങ്കരമായിട്ട് ക്യൂർ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം എന്തെങ്കിലും ഞാനൊരു സാഡായിട്ട് അല്ലെങ്കിൽ കുറച്ച് പഠിച്ചിരിക്കണ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ മോസ്റ്റ്ലി ഫ്രണ്ട്സ് ഇട്ടിട്ട് ബിഞ്ചോയ് ചെയ്യും. അത് ബാക്ക് ടു ബാക്ക് ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല, ബട്ട് സ്റ്റിൽ ഞാൻ ബാക്ക് ടു ബാക്ക് എപ്പിസോഡ്സ് കണ്ടതാണെങ്കിലും പിന്നെ കാണുമ്പോൾ എനിക്ക് ഓരോ തവണ പുതിയത് കണ്ട പോലെ. കുറെ പേർക്ക് അത് ഭയങ്കര ഓവർ റേറ്റഡ് സീരീസ് ആയിട്ടാണ് ഫീൽ ചെയ്യാറുള്ളത്. പക്ഷേ ഇറ്റ്സ് എനിക്ക് അങ്ങനെയല്ല. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ചിരി കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായിട്ട് തോന്നാറില്ല, ബിക്കോസ് ഞാൻ സീരീസ് ആണ് കാണുന്നത്. എനിക്ക് എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിലെങ്കിലും ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരുന്നതിനാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അപ്പം ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ വർക്കല്ല, കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ചുമ്മാ എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഐ പ്ലേ ദിസ് സോ ദാറ്റ് ലൈക്ക് എന്തെങ്കിലും ഒരു നോയ്സ് ബാക്കിൽ ഉണ്ടാവും. ആൻഡ് ഐ പ്രിഫർ ഇറ്റ് ടു ബി ഫ്രണ്ട്സ്. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പഴയ മലയാളം മൂവീസ്, അതൊക്കെ എനിക്ക് ഭയങ്കര റിലീഫ് തരുന്ന ഒരു സംഭവമാണ്. അപ്പം എന്തായാലും കഴിച്ചിട്ട് ഒന്ന് ഒതുക്കാനൊക്കെ ഉണ്ട്. കിച്ചൺ ഇപ്പം കുറച്ച് മെസ്സി ആയിട്ട് ഇരിക്കുക. അപ്പം അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമുക്ക് കിടന്ന് ഉറങ്ങാം. അങ്ങനെ ഫുഡും കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് ഞാൻ എണീറ്റ്. ഇതൊക്കെയാട്ടോ എൻ്റെ മെയിൻ ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടി. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓരോന്നൊക്കെ കത്തിച്ച് വയ്ക്കുക, അഗർബത്തി വെക്കുക. എനിക്ക് മണം വരുമ്പോൾ ഭയങ്കര സുഖമല്ലേ. അപ്പൊ ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കുക. കിച്ചണൊക്കെ ഞാൻ ഇവിടെ ഒന്ന് ഒതുക്കി. ഭയങ്കര പാത്രങ്ങളൊക്കെ ഇട്ട് ആകെ മെസ്സി ആയിട്ടിരിക്കുകയായിരുന്നു. അതൊക്കെ റെഡിയാക്കിയത്. ഇവിടെയും ഞാൻ ഡിഫ്യൂസേഴ്സ്, അത്യാവശ്യം കുറെ ഡിഫ്യൂസേഴ്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് സീ യു ഗൈസ് ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.